പാർക്കോഴ ഉൾപ്പെടെയുള്ള സുപ്രധാന കേസുകൾ അന്വേഷിക്കുന്ന വിജിലൻസ് യൂണിറ്റ് തലപ്പത്ത് കളങ്കിതനായ ഉദ്യോഗസ്ഥനെ നിയമിച്ചതിൽ പ്രതിഷേധം. ബി അശോകനെ SIU 1 SP ആയി നിയമിച്ചതിൽ പ്രതിഷേധിച്ച പാറ്റൂർ തച്ചങ്കരി കേസുകൾ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ അവധിയിൽ പോയി. വിജിലൻസ് റിപ്പോർട്ട് തിരുത്തിയതിനുൾപ്പെടെ 5ഓളം തവണ അച്ചടക്ക നടപടി നേരിട്ട ഉദ്യോഗസ്ഥനാണ് ബി അശോകൻ. ബാർക്കോഴ, പാറ്റൂർ, ടൈറ്റാനിയം, ടോമിൻ ജെ തച്ചങ്കരി കൈക്കൂലി വാങ്ങിയതുൾപ്പെടെയുള്ള സുപ്രധാന കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക അന്വേഷണ സംഘം 1 തലപ്പത്ത് നിരവധി തവണ അച്ചടക്ക നടപടി നേരിട്ടയാളെ നിയമിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. വിജിലൻസിന്റെ ഏറ്റവും വലിയ അന്വേഷണ യൂണിറ്റിന്റെ തലപ്പത്ത് കളങ്കിതരായ ഉദ്യോഗസ്ഥനെ നിയമിച്ചതിനാൽ തുടരാനാകില്ലെന്ന് കാണിച്ച് DYSP നന്ദനൻ പിള്ള സർക്കാരിന് കത്ത് നൽകി. പാറ്റൂരിന് പുറമെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ ADGP ടോമിൻ ജെ തച്ചങ്കരി RTOയിൽ നിന്ന് ഏജന്റ് മുഖേന കൈക്കൂലി വാങ്ങിയെന്ന കേസും ഈ ഉദ്യോഗസ്ഥനാണ് അന്വേഷിക്കുന്നത്. അവധിയിൽ പ്രവേശിച്ച നന്ദനൻ പിള്ള പുതിയ നിയമനം നൽകണമെന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2012 നന്ദനൻ പിള്ള നൽകിയ വിജിലൻസ് റിപ്പോർട്ട് അന്ന് മേലുദ്യോഗസ്ഥനായിരുന്ന ബി അശോകൻ തിരുത്തിയിരുന്നു. അച്ചടക്ക നടപടിയുടെ ഭാഗമായി 3 ഇൻക്രിമെന്റുകൾ അന്ന് സർക്കാർ അശോകന് നിഷേധിച്ചു. കാസർഗോഡ് DYSP ആയിരിക്കെ സ്ത്രീയെ അപമാനിച്ച സംഭവത്തിൽ ഇയാളെ CIA സർക്കാർ തരം താഴ്ത്തുകയും ചെയ്തു. എന്നാൽ ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ബി അശോകന് IPSന് ശുപാർശ ചെയ്തു. IPS ലഭിച്ച ശേഷം പത്തനംതിട്ട SP ആയും നിയമിച്ചിരുന്നു. അതിനുശേഷമാണ് തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റ് 1 തലപ്പത്തേക്ക് നിയമനം നൽകിയത്. മീഡിയ 1 തിരുവനന്തപുരം.